എല്ലാവർക്കും സുഖല്ലേ? എനിക്ക് സുഖമാണ്. നിങ്ങൾ എല്ലാവരും സേഫ് ആയിട്ട് ഇരിക്കുന്നുണ്ടല്ലോ അല്ലേ? ഓൺലൈൻ ക്ലാസ് ഒക്കെ ബോറടിച്ചു തുടങ്ങിയോ? സാരില്ല, എത്രയും പെട്ടെന്ന് നമ്മുടെ ഈ പ്രശ്നങ്ങളൊക്കെ ഒന്ന് മാറി ക്ലാസ് തുറക്കാനായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. ഓക്കെ, അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിലേക്ക് നമുക്ക് പോവാം. എല്ലാവരും റെഡി അല്ലേ? ഓക്കെ. നിങ്ങൾ സ്കൂൾ ഉണ്ടായിരുന്ന സമയത്ത് എങ്ങനെയായിരുന്നു സ്കൂളിലേക്ക് വന്നുകൊണ്ടിരുന്നിരുന്നത്? എങ്ങനെയായിരുന്നു? പലരും പല രീതിയിലാണ് അല്ലേ സ്കൂളിലേക്ക് വന്നുകൊണ്ടിരുന്നിരുന്നത്. ഞാൻ ബസ്സിലാണ് വന്നിരുന്നത്. നിങ്ങളോ? ചിലർ സൈക്കിളിൽ വരാറുണ്ട്, ചിലർ സ്കൂട്ടറിൽ വരാറുണ്ട്, ചിലർ ബസ്സിൽ വരാറുണ്ട്, കാറിൽ വരാറുണ്ട്, ഓട്ടോയിൽ വരാറുണ്ട്, അങ്ങനെ പല രീതിയിലും വരാറുണ്ട് അല്ലേ? പണ്ട് കാലത്തുള്ള ആളുകളൊക്കെ യാത്ര ചെയ്യാനായിട്ട് ഇതുപോലത്തെ വാഹന സൗകര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നോ? ഇല്ല അല്ലേ? അവര് ഒരു സ്ഥലത്ത് നിന്ന് വേറൊരു സ്ഥലത്തേക്ക് യാത്ര ചെയ്യാനായിട്ട് നടന്നിട്ടാണ് പോയിരുന്നത് അല്ലേ? പിന്നീടാണ് എന്ത് വന്നത്? നമ്മൾ ഇന്ന് ഈ കാണുന്ന വാഹനങ്ങളൊക്കെ വന്നത്. ആദ്യം കാളവണ്ടി വന്നു, കുതിരവണ്ടി വന്നു, രാജാക്കന്മാരൊക്കെ ആണെങ്കിൽ രഥത്തിൽ വന്നു തുടങ്ങി. പിന്നീട് നമ്മൾ ഇന്ന് കാണുന്ന തരത്തിലുള്ള പല വാഹനങ്ങളും വന്നു തുടങ്ങി. എന്ത് കണ്ടുപിടിച്ചതിന് ശേഷമാണ് ഈ വാഹനങ്ങളൊക്കെ വന്നു തുടങ്ങിയത്? എന്തിന്റെ കണ്ടുപിടുത്തത്തിന് ശേഷമാണ്? അതെ, ചക്രത്തിന്റെ കണ്ടുപിടുത്തത്തിന് ശേഷമാണ് അല്ലേ? അതെ, ആരൊക്കെയോ അവിടെ ഇരുന്ന് പറയുന്നുണ്ടായിരുന്നു ചക്രത്തിന്റെ കണ്ടുപിടുത്തത്തിന് ശേഷമാണെന്ന്. അപ്പോ ഈ ചക്രത്തിന്റെ ആകൃതി എങ്ങനെയാണ് ചക്രത്തിന്റെ ആകൃതി? അതെ, ജ്യാമിതീയ രൂപമാണ് അല്ലേ? വൃത്താകൃതിയാണ് അല്ലേ? അതെ, വൃത്താകൃതിയാണ്. വൃത്തം, സർക്കിൾസ്. അപ്പൊ നമ്മളുടെ ഇന്നത്തെ ടോപ്പിക്കിന്റെ പേര് വൃത്തങ്ങൾ അല്ലെങ്കിൽ സർക്കിൾസ്. വൃത്തങ്ങളെ കുറിച്ച് നിങ്ങൾ മുൻപ് പഠിച്ചിട്ടുണ്ട് അല്ലേ? വൃത്തങ്ങളെ കുറിച്ച് നിങ്ങൾ മുൻപ് പഠിച്ചിട്ടുണ്ട്. 8ലും 9ലും പഠിച്ചിട്ടുണ്ട് അല്ലേ? എന്തൊക്കെ കാര്യങ്ങൾ നിങ്ങൾക്ക് അറിയാം വൃത്തത്തിനെ കുറിച്ചിട്ട്? സർക്കിൾസിനെ കുറിച്ച് എന്തൊക്കെ കാര്യങ്ങൾ അറിയാം? റേഡിയസ് എന്താണെന്നറിയാം. റേഡിയസിന്റെ ഇരട്ടിയാണ് ഡയാമീറ്റർ എന്നറിയാം. അതെ, അതുപോലെ ഞാണുകളെ കുറിച്ച് നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. അങ്ങനെ പല കാര്യങ്ങളും നിങ്ങൾ വൃത്തത്തെ കുറിച്ച് പഠിച്ചിട്ടുണ്ട് അല്ലേ? പല തിയറംസും നിങ്ങൾ പഠിച്ചിട്ടുണ്ട് അല്ലേ? അപ്പോൾ ഇന്ന് നമുക്ക് വൃത്തങ്ങളും കോണുകളും തമ്മിൽ എന്താണ് ബന്ധമെന്ന് ഒന്ന് നോക്കിയാലോ? ഓക്കെ, അതിനു വേണ്ടിയിട്ട് നിങ്ങൾ എല്ലാവരും നിങ്ങളുടെ നോട്ട്ബുക്ക് എടുക്കുക. നമുക്ക് സ്കൂളിലായിരുന്നെങ്കിൽ എല്ലാവർക്കും കൂടി ഗ്രൂപ്പായിട്ട് ആക്ടിവിറ്റീസ് ചെയ്യുന്നു. ഇപ്പം അതിനുള്ള സാഹചര്യം ഇല്ലല്ലോ അല്ലേ? അതുകൊണ്ട് എല്ലാവരും നിങ്ങളുടെ മാത്സ് നോട്ട് എടുക്കുക. എന്നിട്ട് ഞാൻ പറയുന്ന പോലെയുള്ള കാര്യങ്ങൾ നിങ്ങൾ ചെയ്യണം. ഓക്കെ, അപ്പോൾ ആദ്യം തന്നെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു റേഡിയസ് എടുത്തിട്ട് ഒരു വൃത്തം വരച്ച് അതിന്റെ സെന്റർ O എന്ന് മാർക്ക് ചെയ്യാം. ഓക്കെ, മനസ്സിലായോ പറഞ്ഞത്? എല്ലാവരുടെയും നോട്ട്ബുക്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള, ചിലർ 6 എടുക്കും, ചിലർ 5 എടുക്കും, ചിലർ 7 എടുക്കും, നിങ്ങൾക്ക് ഇഷ്ടമുള്ള വലുപ്പത്തിലുള്ള റേഡിയസ് എടുത്ത് ഒരു വൃത്തം വരച്ച് അതിന്റെ സെന്റർ O എന്ന് മാർക്ക് ചെയ്യാം. ഞാനിവിടെ ബോർഡിൽ വരച്ച് കാണിക്കാം. വൃത്തം വരച്ചു. വൃത്തത്തിന്റെ കേന്ദ്രം അല്ലെങ്കിൽ സെന്റർ O എന്ന് മാർക്ക് ചെയ്തു. ഇനി ഇതിന് ഞാൻ ഒരു ഡയാമീറ്റർ വരയ്ക്കുകയാണ്. നിങ്ങളും വരയ്ക്കണേ. ഡയാമീറ്റർ വരച്ചു, അതായത് വ്യാസം വരച്ചു. വ്യാസത്തിന് AB എന്ന് പേര് കൊടുക്കണം. വ്യാസത്തിന് എന്ത് പേര് കൊടുക്കും? AB എന്ന് പേര് കൊടുക്കണം. കൊടുക്കാം. ഇപ്പൊ നമ്മുടെ വൃത്തം 2 ഭാഗങ്ങളായി അല്ലേ? അപ്പോ വൃത്തത്തിന്റെ പകുതികളായി മാറി. 2 വൃത്തത്തിന്റെ പകുതികളായി അല്ലെ? ഒരു വൃത്തം 2 അർദ്ധവൃത്തങ്ങളായി മാറി അല്ലെ? വൃത്തത്തിന്റെ പകുതിനെ നമ്മൾ എന്താ വിളിക്കുക? അർദ്ധവൃത്തങ്ങൾ എന്ന് വിളിക്കും. അപ്പോ 2 അർദ്ധവൃത്തങ്ങളായി മാറി അല്ലെ? ഇനി ഇതില് ഏതെങ്കിലും ഒരു അർദ്ധവൃത്തം നമുക്ക് സൗകര്യത്തിന് മുകളിലത്തെ അർദ്ധവൃത്തം എടുക്കാം. സൗകര്യത്തിന് മുകളിലത്തെ അർദ്ധവൃത്തം എടുക്കാം. ഇനി താഴെ ആയാലും കുഴപ്പമൊന്നുമില്ല. അപ്പോ ഈ അർദ്ധവൃത്തത്തിൽ ഉൾക്കൊള്ളിക്കാൻ പറ്റുന്ന ഒരു ത്രികോണം നമുക്ക് വരയ്ക്കണം. എങ്ങനെ വരയ്ക്കും? ഈ വൃത്തത്തിൽ ഉൾക്കൊള്ളിക്കാൻ പറ്റുന്ന ഒരു ത്രികോണം എങ്ങനെ വരയ്ക്കും? എങ്ങനെയാണ് വരയ്ക്കുക? അതെ, നമ്മൾക്ക് ഈ വൃത്തത്തിൽ തന്നെ
ഏതെങ്കിലും ഒരു പോയിന്റ് മാർക്ക് ചെയ്യാം. ഒരു പോയിന്റ് മാർക്ക് ചെയ്ത് ആ പോയിന്റിന് സി എന്ന് പേര് കൊടുക്കുക. ഇനി ഈ വ്യാസത്തിന്റെ രണ്ടറ്റങ്ങൾ തമ്മിൽ ഈ സിയിലേക്ക് യോജിപ്പിച്ചാൽ നമുക്കൊരു ത്രികോണം കിട്ടില്ലേ? ഓക്കെ, നമുക്ക് എല്ലാവർക്കും യോജിപ്പിക്കാം. ഇപ്പൊ നമ്മള് ഈ അർദ്ധവൃത്തത്തിൽ ഉൾക്കൊള്ളിക്കാൻ പറ്റുന്ന ഒരു ത്രികോണം വരച്ചു അല്ലെ? ഇനി ഈ ത്രികോണത്തിന് എന്തെങ്കിലും പ്രത്യേകതയുണ്ടോ? ഈ ത്രികോണത്തിന് എന്തെങ്കിലും പ്രത്യേകത ഉണ്ടെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? നിങ്ങൾ വരച്ചത് നോക്കിയിട്ട് തോന്നുന്നുണ്ടോ? എന്താണ് പ്രത്യേകത? ഇത് എന്ത് തരം ത്രികോണമാണ്? നമുക്ക് നോക്കാം. എങ്ങനെയാ നോക്കാം? നമുക്കത് തെളിയിക്കാനായിട്ട് സിയിൽ നിന്ന് ഓയിലേക്ക് ഒരു വര വരയ്ക്കാം. അതായത് CO യോജിപ്പിക്കാം. യോജിപ്പിക്കാം. ഇനി ഇപ്പൊ ഈ ഒരു ത്രികോണം രണ്ട് ത്രികോണങ്ങളായിട്ട് മാറി അല്ലെ? വലിയ ത്രികോണത്തെ നമ്മൾ രണ്ട് ത്രികോണങ്ങളായിട്ട് ഭാഗിച്ചു അല്ലെ? ഇനി ഈ രണ്ട് ത്രികോണങ്ങളുടെ പ്രത്യേകതകൾ നമുക്ക് നോക്കാം. അപ്പോ ആദ്യം ഞാൻ ത്രികോണം AOC എടുക്കുകയാണ്. ത്രികോണം AOC എടുത്തു. അതില് ത്രികോണം AOCയില് കോൺ ACOക്ക് ഞാൻ A എന്ന് കൊടുത്തു. ACOക്ക് A എന്ന് കൊടുത്തു. ഇനി ത്രികോണം BOCയില് കോൺ BCOയില് ഞാൻ B എന്നും കൊടുത്തു. അപ്പൊ രണ്ട് കോണുകളും ഞാൻ അടയാളപ്പെടുത്തി. നിങ്ങളും ഇതുപോലെ അടയാളപ്പെടുത്തണം. അടയാളപ്പെടുത്തിയോ? ഓക്കെ. ഇനി നമുക്ക് ത്രികോണം AOCയിലേക്ക് വരാം. ത്രികോണം AOCയില് ഈ ഒരു ത്രികോണം മാത്രം നമ്മൾ കൺസിഡർ ചെയ്യാം. എന്നിട്ട് ഇതിന് എന്തെങ്കിലും പ്രത്യേകത ഉണ്ടോ എന്ന് നമ്മൾ കണ്ടുപിടിക്കണം. കണ്ടുപിടിക്കാം. ആദ്യം തന്നെ ഈ ത്രികോണത്തിന്റെ വശങ്ങളൊന്ന് നോക്കൂ. വശങ്ങളൊന്ന് നോക്കൂ. എങ്ങനെയാണ്? ആദ്യം OA എടുക്കാം. OAയും OCയും ഇവ രണ്ടും തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ? ത്രികോണം AOCയിലെ OA എന്ന വശവും OC എന്ന വശവും തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ? അതെ, അത് രണ്ടും എന്താണ്? ഈ വൃത്തത്തിന്റെ ആരങ്ങളാണ് അല്ലെ? അപ്പൊ വൃത്തത്തിന്റെ ആരങ്ങൾ എപ്പോഴും എന്തായിരിക്കും? തുല്യായിരിക്കും അല്ലെ? അപ്പോ OA സമം OC അല്ലെ? അപ്പൊ നമുക്കത് ഇവിടെ എഴുതാം. OA സമം OC. എന്തുകൊണ്ടാണ്? അത് വൃത്തത്തിന്റെ ആരങ്ങളാണ് അല്ലെ? വൃത്തത്തിന്റെ ആരങ്ങളാണ്. ഇനി നോക്കൂ, ഇവിടെ അപ്പോ വശങ്ങൾ തുല്യാകുമ്പോ ഈ ത്രികോണം എന്ത് ത്രികോണമായി മാറും? അതെ, സമപാർശ്വ ത്രികോണങ്ങളായി മാറും അല്ലെ? സമപാർശ്വ ത്രികോണങ്ങളുടെ തുല്യവശങ്ങൾക്ക് എതിരെയുള്ള കോണുകളും ഇപ്പൊ എന്തായിരിക്കും? തുല്യമായിരിക്കും അല്ലെ? അപ്പൊ നമുക്ക് ഇവിടെ കോൺ ACO എന്നുള്ളത് A ആണ് കിട്ടിയിരിക്കുന്നത് അല്ലെ? കോൺ ACO എന്നുള്ളത് A ആണ് കിട്ടിയിരിക്കുന്നത്. അപ്പോ ഇവിടുത്തെ ഈ ആംഗിൾ എത്രയായിരിക്കും? ഈ കോൺ എത്രയായിരിക്കും? ഇതും A തന്നെയായിരിക്കും അല്ലെ? അതെ. അപ്പോ കോൺ ACO സമം കോൺ OAC അല്ലെ? അപ്പൊ ഇത് സമപാർശ്വ ത്രികോണമാണ് അല്ലെ? ഇനി അപ്പൊ നമുക്ക് ത്രികോണം AOC എന്നത് സമപാർശ്വമാണെന്ന് കിട്ടി അല്ലെ? ഇനി തിരിച്ച് നമുക്ക് BOC എന്ന ത്രികോണത്തിലേക്ക് വരാം. BOC. അപ്പോ ത്രികോണം BOC. ത്രികോണം BOC എടുക്കുമ്പോൾ ഇതേപോലെ തന്നെ
ഇതിന്റെ രണ്ട് വശങ്ങൾ നോക്കാം. രണ്ട് വശങ്ങൾ നോക്കൂ. ബി ഒ അല്ലെങ്കിൽ ഒ ബി എന്ന വശവും ഒ സി എന്ന വശവും നോക്കാം. ഇതെന്താണ്? അതെ, വൃത്തത്തിന്റെ ആരങ്ങളാണ് അല്ലെ? അപ്പോൾ ഒ സിയും ഒ എയും എന്താണ്? തുല്യമായിരിക്കും. ഒ ബി സമം ഒ സി. എന്താണ് കാരണം? ആരങ്ങൾ തന്നെയാണ് അല്ലെ? ഇനി ഇവിടെയും ഇതിപ്പോ എന്ത് ത്രികോണാണെന്ന് കിട്ടി? സമപാർശ്വ ത്രികോണാണ് അല്ലെ? സമപാർശ്വ ത്രികോണത്തിന്റെ തുല്യവശങ്ങൾക്ക് എതിരെയുള്ള കോണുകളും എന്തായിരിക്കും? തുല്യമായിരിക്കും. അപ്പോ ഒ സി ബി എന്ന ആംഗിളും സി ബി ഒ എന്ന ആംഗിളും എന്തായിരിക്കും? തുല്യമായിരിക്കും. അപ്പൊ ഇതും എന്ത് തന്നെയാണ്? ബി തന്നെയാണ് അല്ലെ? അപ്പൊ നമുക്ക് എന്തെഴുതാം? കോൺ ബി സി ഒ ഈക്വൽ ടു കോൺ ഒ സി ഒ പി സി. അപ്പൊ ഈ ബി ഒ സി എന്ന ത്രികോണം എന്തായിട്ട് മാറും? സമപാർശ്വമായിട്ട് മാറും. അപ്പൊ നമുക്ക് ഈ രണ്ട് ത്രികോണങ്ങളും എന്താണെന്ന് കിട്ടി? സമപാർശ്വ ത്രികോണങ്ങളാണെന്ന് കിട്ടി അല്ലെ? ഇനി തിരിച്ച് നമുക്ക് നമ്മൾ ആദ്യം വരച്ച വലിയ ത്രികോണത്തിലേക്ക് വരാം. വലിയ ത്രികോണത്തിലേക്ക് വരാം. അപ്പൊ ത്രികോണം എ ബി സി. നിങ്ങൾക്ക് ത്രികോണത്തിന്റെ കോണുകളുടെ തുക എത്രയാണെന്ന് നിങ്ങൾ പഠിച്ചിട്ടുണ്ട് അല്ലെ? നിങ്ങൾ 8ാം ക്ലാസ്സിലെ ത്രികോണത്തിന്റെ കോണുകളുടെ തുക എത്രയാണെന്ന് നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. അപ്പോ ത്രികോണം എ ബി സി നമുക്ക് എടുക്കാം. അതിലെ കോണുകളുടെ തുക എത്രയായിരിക്കും ത്രികോണത്തിന്റെ? അതെ, 180 ഡിഗ്രി. അതായത് ഈ മൂന്ന് കോണുകളും എ സി ബി അല്ലെങ്കിൽ എ ബി സി എന്ന കോണുകൾ തമ്മിൽ കൂട്ടുമ്പോൾ നമുക്ക് എന്ത് കിട്ടണം? 180 കിട്ടണം അല്ലെ? അപ്പൊ നമുക്ക് ഇതൊന്ന് കൂട്ടി എഴുതാം. എല്ലാവരും എഴുതൂ. ആംഗിൾ എ പ്ലസ് ആംഗിൾ ബി പ്ലസ് ആംഗിൾ സി സമം 180 ഡിഗ്രി അല്ലെ? ഇവിടെ ആംഗിൾ എ എന്താണ്? എ ആണ്. അപ്പോ എ പ്ലസ് ആംഗിൾ ബി എന്താണ്? ബി ആണ്. ബി പ്ലസ് ആംഗിൾ സി എന്താണ്? ആംഗിൾ സിയില് രണ്ട് കോണുകൾ വരുന്നുണ്ട് അല്ലെ? എയും ബിയും വരുന്നുണ്ട്. അപ്പൊ നമുക്ക് ഇത് രണ്ടും കൂടി കൂട്ടുന്നതാണ് കോൺ സി എന്ന് പറയുന്നത്. അപ്പൊ നമുക്ക് ഇവിടെ എന്ത് എഴുതാം? എ പ്ലസ് ബി എന്ന് എഴുതാം സമം 180 ഡിഗ്രി അല്ലെ? ഇവിടെ നോക്കൂ, 2എയും 2ബിയും ഉണ്ട് അല്ലെ? അപ്പൊ നമുക്കത് കൂട്ടി എഴുതാം. ഓക്കെ, 2a പ്ലസ് 2b സമം 180 ഡിഗ്രി അല്ലെ? ഇതിൽ രണ്ടിലും എന്താണുള്ളത്? രണ്ടിലും 2 ഉണ്ട് അല്ലെ? ആ 2 നമുക്ക് പുറത്തേക്ക് എടുക്കാം. 2a പ്ലസ് ബി സമം 180 ഡിഗ്രി അല്ലെ? ഈ രണ്ടിനെ നമുക്ക് ഇപ്പുറത്തേക്ക് കൊണ്ടുപോകാം അല്ലെ? അപ്പൊ നമുക്ക് എന്ത് കിട്ടും? എ പ്ലസ് ബി സമം 180 ഡിഗ്രി ബൈ 2. 180 ബൈ 2 എത്രയാണ്? അപ്പോ എ പ്ലസ് ബി സമം 90 ഡിഗ്രി. അപ്പൊ നമുക്ക് കോൺ സി എന്താണ് കിട്ടിയത്? കോൺ സി ആണല്ലോ എ പ്ലസ് ബി. അപ്പൊ കോൺ സി സമം 90 ഡിഗ്രി. നമ്മുടെ ചോദ്യം എന്തായിരുന്നു? ഈ അർദ്ധവൃത്തത്തിലുള്ള ഈ വലിയ ത്രികോണത്തിന്റെ കോണിന്റെ പ്രത്യേകത എന്തായിരുന്നു? അല്ലെങ്കിൽ ഈ ത്രികോണത്തിന്റെ പ്രത്യേകത എന്തായിരുന്നു എന്നായിരുന്നു അല്ലെ? എന്തായിരുന്നു പ്രത്യേകത? ഇപ്പൊ മനസ്സിലായോ? കോൺ സി എന്നത് 90 ഡിഗ്രി എന്ന് കിട്ടി അല്ലെ? 90 ഡിഗ്രി വരുന്ന ത്രികോണത്തിന്റെ പേരെന്തായിരിക്കും? അതെ, മട്ട ത്രികോണം എന്നായിരിക്കും. അപ്പൊ നമുക്ക് എന്ത് മനസ്സിലായി? ഒരു അർദ്ധവൃത്തത്തിൽ ഉൾക്കൊള്ളിക്കാവുന്ന ത്രികോണത്തിന്റെ കോണളവ് എപ്പോഴും എന്തായിരിക്കും? 90 ഡിഗ്രി ആയിരിക്കും. അല്ലെങ്കിൽ അർദ്ധവൃത്തത്തിലെ കോൺ എന്തായിരിക്കും? മട്ടമായിരിക്കും. അർദ്ധവൃത്തത്തിലെ ത്രികോണം മട്ട ത്രികോണമായിരിക്കും. മനസ്സിലായോ? അർദ്ധവൃത്തത്തിലെ ത്രികോണം 90 ഡിഗ്രി ആയിരിക്കും, മട്ട ത്രികോണമായിരിക്കും. അതായത്
ഒരു വ്യാസത്തിന്റെ രണ്ടറ്റങ്ങളിൽ നിന്ന് വൃത്തത്തിലെ ഒരു പോയിന്റിലേക്ക്, ഒരു ബിന്ദുവിലേക്ക് യോജിപ്പിച്ച് കിട്ടുന്ന ത്രികോണത്തിന് കോണളവ് 90 ഡിഗ്രി ആയിരിക്കും. ഈ വൃത്തത്തിന്റെ ഏത് പോയിന്റിൽ വേണമെങ്കിലും കുത്തിട്ടിട്ട് ബിന്ദു ഇട്ടിട്ട് നമുക്ക് യോജിപ്പിക്കാം, ത്രികോണങ്ങൾ ഉണ്ടാക്കാം. ഇവിടെ ഏത് ഭാഗത്ത് യോജിപ്പിച്ചാലും നമുക്ക് എന്തായിരിക്കും കിട്ടുക? മട്ട ത്രികോണങ്ങളായിരിക്കും കിട്ടുന്നത്. അതായത് വൃത്തത്തിലെ ഒരു വ്യാസത്തിന്റെ അറ്റങ്ങൾ വൃത്തത്തിലെ മറ്റേതൊരു ബിന്ദുവുമായി യോജിപ്പിച്ചാലും കിട്ടുന്നത് മട്ട ത്രികോണമായിരിക്കും, അല്ലെങ്കിൽ മട്ടക്കോണായിരിക്കും. അതായത് ചുരുക്കി പറയുകയാണെങ്കിൽ അർദ്ധവൃത്തത്തില് നമുക്ക് കിട്ടുന്ന കോൺ എന്തായിരിക്കും? മട്ടമായിരിക്കും. അർദ്ധവൃത്തത്തിലെ കോൺ മട്ടമാണ്. ഓക്കെ, ഇനി നിങ്ങൾക്ക് ജിയോജിബ്രയില് ഇതിന്റെ പ്രൂഫ് കാണിച്ചു തരാം. ഓക്കെ, ജിയോജിബ്രയാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ആദ്യം ഒരു അർദ്ധവൃത്തം വരയ്ക്കുന്നു. വൃത്തത്തിന്റെ ചുറ്റളവിൽ സി എന്നൊരു പോയിന്റ്, ഒരു ബിന്ദു അടയാളപ്പെടുത്തുന്നു. എ ബി എന്ന വ്യാസം അടിസ്ഥാനപ്പെടുത്തി സിയിലേക്ക് യോജിപ്പിക്കുന്നു. ഒരു ത്രികോണം ലഭിക്കുന്നു. ആ ത്രികോണത്തിൻ്റെ കോൺ സി 90 ഡിഗ്രി ആണെന്ന് നാം മനസ്സിലാക്കുന്നു. സി എന്ന പോയിന്റ് വൃത്തത്തിൻ്റെ ഏതു ഭാഗത്തേക്ക് നീക്കിയാലും കോൺ 90 ഡിഗ്രി തന്നെ ആയിരിക്കും. ഇവിടെ നോക്കൂ, ഒരു വൃത്തം വരച്ച് അതിന്റെ കേന്ദ്രം മാർക്ക് ചെയ്തിട്ടുണ്ട് അല്ലേ? ഇതാണ് ഇതിന്റെ വ്യാസം. ഇപ്പൊ ഇത് രണ്ടർദ്ധവൃത്തങ്ങളായി മാറി അല്ലേ? ഇതിലെ ഏതൊരു പോയിന്റിലേക്ക് നമ്മൾ ഈ വ്യാസം യോജിപ്പിച്ചാലും നമുക്ക് കിട്ടുന്നത് എന്തായിരിക്കും? മട്ടക്കോണായിരിക്കും. അതായത് അർദ്ധവൃത്തത്തിലെ കോൺ മട്ടമായിരിക്കും. നോക്കൂ, ഇവിടേക്ക് യോജിപ്പിച്ചാലും കിട്ടുന്നത് എന്തായിരിക്കും? 90 ഡിഗ്രി തന്നെയായിരിക്കും. ഇനി താഴെയുള്ള ബിന്ദുവിലേക്ക് യോജിപ്പിച്ചാലോ? അപ്പോഴും നമുക്ക് മട്ടക്കോൺ തന്നെയായിരിക്കും കിട്ടുന്നത്. ഇപ്പൊ നിങ്ങൾക്ക് അർദ്ധവൃത്തത്തിൽ കിട്ടുന്ന ത്രികോണം എന്താണെന്ന് കിട്ടി? മട്ട ത്രികോണമാണെന്ന് കിട്ടി, അല്ലെങ്കിൽ അർദ്ധവൃത്തത്തിലെ കോൺ മട്ടമാണെന്ന് കിട്ടി അല്ലേ? ഇനി നിങ്ങൾക്ക് ചെറിയൊരു വർക്ക് തരാം. എന്താണെന്നല്ലേ? വലിയ ബുദ്ധിമുട്ടുള്ള കാര്യമൊന്നുമല്ല. നിങ്ങൾ നിങ്ങളുടെ നോട്ട്ബുക്കിൽ നമ്മളിപ്പോൾ ചെയ്തതുപോലെ ഇഷ്ടമുള്ള ആരമെടുത്ത് ഒരു വൃത്തം വരയ്ക്കുക. വൃത്തം വരച്ചതിന് ശേഷം അതിന്റെ വ്യാസം അടിസ്ഥാനപ്പെടുത്തി, അതായത് നമ്മളിപ്പോൾ ചെയ്തില്ലേ എ ബി, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള പേര് കൊടുത്ത് ഒരു വ്യാസം അടയാളപ്പെടുത്തി. നമ്മളിപ്പോൾ ചെയ്തത് എന്തായിരുന്നു? വൃത്തത്തിലായിരുന്നു ഒരു പോയിന്റ് ഇട്ടത് അല്ലേ? ഒരു ബിന്ദു ഇട്ടത് എവിടെയായിരുന്നു? വൃത്തത്തിലായിരുന്നു അല്ലേ? ഇനി നമ്മൾ എന്ത് ചെയ്യണം? നിങ്ങൾ എന്ത് ചെയ്യണം? വൃത്തത്തിന്റെ അകത്ത് ഒരു പോയിന്റ് അടയാളപ്പെടുത്തണം, ഒരു ബിന്ദു അടയാളപ്പെടുത്തി വ്യാസത്തിന്റെ അറ്റങ്ങൾ തമ്മിൽ യോജിപ്പിച്ച് കിട്ടുന്ന ത്രികോണം നിങ്ങൾ നിങ്ങളുടെ പ്രൊട്രാക്ടർ വെച്ച് അല്ലെങ്കിൽ കോൺമാപിനി വെച്ച് അളന്ന് എത്രയാണെന്ന് കണ്ടുപിടിക്കണം. ഓക്കെ.